ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ടെലിവിഷൻ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ ലെക്ചറാണ് എന്നെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്നുള്ള ടോപ്പിക്കാണ്. കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ ഞാനിപ്പോൾ ഈ വൈറ്റ് ബോർഡിൽ എടുക്കാനുള്ള മെയിൻ റീസൺ, ഇത് കുറേ കാര്യങ്ങൾ, ഇതിൽ കുറേ ഫിഗേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ വൈറ്റ് ബോർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബോർഡിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്താണ്. The signal obtained from a camera will add some additional signals are called composite video signal. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എന്താണ് വെഡിക്കോൺ ക്യാമറ ട്യൂബ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ സ്കാനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു വീഡിയോ സിഗ്നൽ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്യാമറ സിഗ്നൽസ് മാത്രം പോരാ, നമുക്ക് അഡീഷണൽ സിഗ്നൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനാണ് നമ്മൾ കോമ്പോസിറ്റ്, ഈ അഡീഷണൽ സിഗ്നൽസിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ മെയിൻ ആയിട്ട് 3 സിഗ്നൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് ക്യാമറ സിഗ്നൽ. സോ ദ സിഗ്നൽ ഫ്രം ദ ക്യാമറ, നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലാണ് ക്യാമറ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും മെയിൻ സിഗ്നൽ അല്ലേ. നെക്സ്റ്റ് ആണ് സിങ്ക് പൾസ്. സിങ്ക് പൾസ് എന്ന് പറഞ്ഞാൽ സിങ്കർണൈസേഷൻ, വിഡിക്കോൺ ക്യാമറ ട്യൂബിൽ സിങ്കർണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ സിങ്ക് പൾസ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ബ്ലാങ്കിങ് പൾസ്. സോ ബ്ലാങ്കിങ് പൾസ് ആർ യൂസ്ഡ് ടു മേക്ക് ദി റീട്രേസ് ഇൻവിസിബിൾ. സോ റീട്രേസ് പൾസസിനെ ഇൻവിസിബിൾ ആക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്ലാങ്കിങ് പൾസ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഇൻവിസിബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന സിഗ്നല്, നമ്മൾ എന്താണ് ക്യാമറ സിഗ്നൽ പറഞ്ഞു. ക്യാമറ സിഗ്നൽ എന്തായിരുന്നു? ക്യാമറ സിഗ്നൽ എന്ന് പറഞ്ഞത് പിക്ചർ സിഗ്നലാണ് ക്യാമറ സിഗ്നൽ. നമ്മൾ പറഞ്ഞു സിങ്ക് പൾസ് എന്താണ്. സിങ്ക് പൾസ് എന്തായിരുന്നു? സിങ്കർണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിങ്ക് പൾസ്. എന്താണ് ബ്ലാങ്കിങ് പൾസ്? റീട്രേസിനെ വീഡിയോ സിഗ്നലിന്റെ സോ ടൂത്ത് വേവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് സപ്പോസ് നമ്മൾ വരയ്ക്കുന്ന സോ ടൂത്ത് വേവ് ഫോം എങ്കിൽ ഈ വേവ് ഫോമിൽ 2 ലെവൽ നിങ്ങൾക്ക് കാണാം അല്ലേ. സോ നിങ്ങൾ നോക്ക്, സോ ഇത്രയും പാട്ടിനെ, അപ്പോൾ ഇത് മൊത്തം ഇതിന്റെ ഡ്യൂറേഷൻ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. ഇതിന്റെ മൊത്തം ഡ്യൂറേഷൻ 64 മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ 52 മൈക്രോ സെക്കൻഡ് ട്രേസും 12 മൈക്രോ സെക്കൻഡ് എന്താണ്, റീട്രേസും ആണ്. സോ എന്താണ് ട്രേസ്, റീട്രേസ്? നമ്മളിപ്പോ ഒരു ബുക്കിലെ പേജുകൾ വായിക്കുന്ന പോലെ അല്ലേ. സോ പേജുകൾ നമ്മൾ 1 by 1 ആയിട്ട് വായിക്കും. ഈ പ്രോസസ് നമുക്ക് ട്രേസ് എന്ന് പറയാം. ഈ പേജ് കഴിഞ്ഞാലോ നമ്മൾ വീണ്ടും വായിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ പേജിന്റെ ബോട്ടം എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ടോപ്പ് എൻഡിലേക്ക് വീണ്ടും പൾസസിന് സെൻഡ് ചെയ്യണം. സോ ഞാൻ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റിനെ നമുക്ക് ട്രേസ് എന്നും രണ്ടാമത് പറഞ്ഞ കോൺസെപ്റ്റിനെ റീട്രേസ് എന്ന് പറയാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ ഈ പിക്ചർ സിഗ്നലില്, നമ്മൾ പിക്ചർ സിഗ്നല് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ട്രേസ് മാത്രമേ ആവശ്യമുള്ളൂ. റീട്രേസ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ പിക്ചർ സിഗ്നലിൽ ഒരു എറർ പോലെ കാണാം, അല്ലെങ്കിൽ നമ്മുടെ പിക്ചർ സിഗ്നലിനെ ഡിസ്റ്റർബ് ചെയ്ത രീതിയിലുള്ള പൾസസ് ആയിരിക്കും എക്സാക്ട്ലി റീട്രേസ് സിഗ്നൽ. അപ്പോൾ ഈ റീട്രേസിനെ ഇൻവിസിബിൾ ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പൾസിന്റെ പേരാണ് ബ്ലാങ്കിങ് പൾസ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത്രയും ബേസിക്സ് ആണ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ പറഞ്ഞത് ഇതാണ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു. ഇതിൽ എന്താണ് ക്യാമറ സിഗ്നലിൻ്റെയും സിങ്കർണൈസേഷൻ പൾസിൻ്റെയും ബ്ലാങ്കിങ് പൾസിൻ്റെയും റോൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ടെലിവിഷൻ സിഗ്നലിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദർ ആർ 625 ലൈൻസ് ഓൺ 1 ഫ്രെയിം. 625 ലൈൻസ് ഉണ്ടാവും. നമ്മൾ ഇന്റർലേസ്ഡ് സ്കാനിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 625 ലൈൻസിന് നമ്മൾ 2 ആയി ഡിവൈഡ് ചെയ്യും അല്ലേ. ഫസ്റ്റ് 312.5 എന്നുള്ളത് ഒരു ട്രാൻസ്മിഷനായിട്ടും അടുത്ത 312.5 എന്നുള്ളത് അടുത്ത ട്രാൻസ്മിഷനുമായിട്ട്. ഈ മൊത്തം 625 ലൈൻസിൽ 585 ആക്റ്റീവ് ലൈൻസും 40 ഇനാക്റ്റീവ് ലൈൻസും ഉണ്ട്. അതായത് ഓരോ ഇന്റർലൈസ്ഡ് ഓടും ഈവനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 20+20 ഈ രീതിയിലാണ് ഇനാക്റ്റീവ് ലൈൻസ് വരിക. അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഫീൽഡ് ഫ്രം 1 to 312.5 ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ട്രേസ് ആൻഡ് റീട്രേസ്. 20 ലൈന് റീട്രേസിന് വേണ്ടിയിട്ടും 292.5 ലൈന് ട്രേസിന് വേണ്ടിയിട്ടും റിസർവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫീൽഡ് ഇതുപോലെ തന്നെ. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ വീഡിയോ സിഗ്നൽസ് പറയാം. സോ ഗൈസ്, നമ്മൾ തൊട്ട് മുന്നേ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്താന്ന് പറഞ്ഞു.
കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിൽ ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഈ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ പെർസെൻറ്റേജും. ഞാൻ പെർസെൻറ്റേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 0 തൊട്ട് 100 വരെ, റൈറ്റ്. ഞാൻ എക്സ് ആക്സിൽ ടൈം മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ 3 ലെവൽസ് ജനറലി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ 12.5 എന്നുള്ള ലെവലിൽ നമ്മൾ ജനറലി പറയുന്നതാണ് പീക്ക് വൈറ്റ് ലെവൽ. ഈ ഒരു ഏരിയ അല്ലേ, ഇതിനാണ് നമ്മൾ പീക്ക് വൈറ്റ് ലെവൽ എന്ന് പറയാം. ഇതിന് നമുക്ക് പറയാം ഡാർക്ക് ലെവൽ ഓർ ബ്ലാങ്കിങ് ലെവൽ. സോ നമ്മൾ ശ്രദ്ധിക്കാം എന്താണ് ബ്ലാങ്കിങ് ലെവൽ അല്ലെങ്കിൽ ഡാർക്ക് ലെവൽ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ പിക്ചർ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഏരിയയിലായിരിക്കും. പിക്ചർ ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഈ 12.5ക്ക് താഴെയും 75ക്ക് മേലെയും എനിക്ക് പിക്ചർ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ പിക്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ എന്തിന് റിസർവ്ഡ് ആണ്? ദിസ് ഏരിയ ഈസ് റിസർവ്ഡ് ഫോർ ദി വീഡിയോ സിഗ്നൽ. ക്യാമറ വീഡിയോ സിഗ്നലിന് വേണ്ടി റിസർവ്ഡ് ആണ് 12.5 to 75. അപ്പോൾ 12.5ക്ക് താഴെയും 75ക്ക് മേലെയും നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മേക്ക് ഇൻവിസിബിൾ. ഓക്കെ, ഈ 75 to 100 എന്നുള്ള ഏരിയ റിസർവ് ചെയ്തിരിക്കുന്നത് ജനറലി എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഈസ് റിസർവ്ഡ് ഫോർ സിങ്കർണൈസേഷൻ. സ്കാനിങ് സിങ്കർണൈസേഷൻ ആണ് നമ്മൾ ഈ 75 തൊട്ട് 100 വരെയുള്ള ഏരിയാസ് എന്ത് ചെയ്യുന്നത്, റിസർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക എന്താണ് പീക്ക് വൈറ്റ് ലെവൽ, എന്താണ് ഡാർക്ക് ലെവൽ, എന്താണ് ബ്ലാങ്കിങ് ലെവൽ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലെവലിൽ ഏറ്റവും ബോട്ടത്തിലേക്ക് പോകുന്തോറും ദ സിഗ്നൽ വിൽ ബിക്കം വൈറ്റ്, ഡാർക്കിലേക്ക് പോകുന്തോറും ദ സിഗ്നൽ വിൽ ബിക്കം ഡാർക്ക്. വളരെ ക്ലിയർ ആണ്, എക്സ്ട്രീം ഡാർക്ക് സിഗ്നൽ ഇവിടെ ഉണ്ടാവും, എക്സ്ട്രീം വൈറ്റ് സിഗ്നൽ ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കൂടുന്തോറും ഡാർക്ക് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി പറയാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ജനറലി എന്തായിരിക്കും, ഡാർക്കർ ദാൻ ഡാർക്കർ കൂടുന്തോറും അല്ലേ. ഇതെന്തായിരിക്കും, വൈറ്റർ ദാൻ വൈറ്റർ, ഇങ്ങനെ പറയുന്ന പോലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാനിപ്പോ സപ്പോസ് 3 സിഗ്നൽസ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സിഗ്നലും ഇത് സെക്കൻഡ് സിഗ്നലും ഇത് തേർഡ് സിഗ്നലും ആണെങ്കിൽ യെസ്. അപ്പൊ ഈ 3 സിഗ്നൽസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 3 വീഡിയോ സിഗ്നൽസ് എനിക്കുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സിഗ്നല്, ഇത് സെക്കൻഡ് സിഗ്നല്, ഇത് തേർഡ് സിഗ്നല്. ഈ സിഗ്നലിൽ നമുക്ക് കുറച്ച് കോമൺ ഡെഫിനേഷൻസ് പറയാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡെഫിനേഷൻ, അപ്പൊ നിങ്ങൾ നോക്കുക ഈ 3 സിഗ്നലിന്റെ പ്രത്യേകത എന്താ, ഇത് ഡാർക്കർ ആണ്, പക്ഷെ സെക്കൻഡ് സിഗ്നലോ ഇതിനേക്കാളും ബ്രൈറ്റർ ആണ്. പക്ഷെ ഏറ്റവും ബ്രൈറ്റർ സിഗ്നൽ ഏതാണ്, തേർഡ് സിഗ്നൽ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക 0 തൊട്ട് ഈ സിഗ്നൽ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, DC ലെവൽ. സോ വാട്ട് ഈസ് DC ലെവൽ? 0 തൊട്ട് ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുള്ള പോയിന്റ് ആണ് DC ലെവൽ. സോ ഇത് ഈ സിഗ്നലിന്റെ DC ലെവൽ, ഇത് എന്താണ്, DC ലെവൽ. ഇനി നിങ്ങൾ നോക്ക്, ഈ DC ലെവൽ തൊട്ട് ബ്ലാങ്കിങ് പൾസ് വരെയുള്ള ഒരു ഏരിയ ഉണ്ട് അല്ലേ, ഇതാണ് ആ ഏരിയ. ഈ ഏരിയക്ക് നമ്മൾ ജനറലി പറയുന്ന പേരാണ്, ദിസ് ഇസ് കോൾഡ് പെഡസ്റ്റൽ ഹൈറ്റ്. പെഡസ്റ്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് പെഡസ്റ്റൽ ഹൈറ്റ്. അപ്പൊ എന്താണ് പെഡസ്റ്റൽ ഹൈറ്റ്, എന്താണ് DC ലെവൽ? 0 തൊട്ട് നമ്മളെ സിഗ്നൽ എവിടെയാണോ അതുവരെ. അപ്പോൾ ഈ DC ലെവലും പെഡസ്റ്റൽ ഹൈറ്റും ഓരോ സിഗ്നലിലും ഓരോ പോലെ ആയിരിക്കും അല്ലേ. ഈ സിഗ്നലിന് പെഡസ്റ്റൽ ഹൈറ്റ് കൂടുതലാണ്, DC ലെവൽ കുറവാണ്. ഈ സിഗ്നലിനോ പെഡസ്റ്റൽ ഹൈറ്റ് കുറവാണ്, DC ലെവല്. അപ്പോൾ 3നും പെഡസ്റ്റൽ ഹൈറ്റ് കൂടുന്തോറും DC ലെവൽ കുറയും. അപ്പൊ ഏറ്റവും വൈറ്റർ ആയിട്ടുള്ള സിഗ്നൽ ആണെങ്കിൽ ഇതിന് DC ലെവൽ കുറവും പെഡസ്റ്റൽ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും പാരാമീറ്റേഴ്സ് പറഞ്ഞു. എന്താണ് സിങ്കർണൈസേഷൻ, എന്താണ് വീഡിയോ സിഗ്നല്, ഈ 3 ലെവൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരു പിക്ചർ സിഗ്നലിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് DC ലെവൽ എന്നും പെഡസ്റ്റൽ ഹൈറ്റ് എന്നും പറഞ്ഞു. ഇതാണ് നമുക്ക് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡെപ്തിൽ ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം, PPT വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പിക്ചറിൻ്റെ ഫുൾ വേർഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പീക്ക് വൈറ്റ് ലെവൽ എന്ന് പറഞ്ഞു, അതുപോലെ എങ്ങനെയാണ് ഒരു പിക്ചർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു, എന്താണ് DC ലെവൽ എന്ന് പറഞ്ഞു, എന്താണ് പെഡസ്റ്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞു, അതുപോലെ ഡാർക്ക് ലെവൽ എന്താന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു, ഡാർക്കർ ദാൻ ഡാർക്കർ എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഈ സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്ചേഴ്സ് ഉണ്ട് അല്ലേ.
സോ ഇത് ഫസ്റ്റ് പിക്ചറും ഇത് സെക്കൻഡ് പിക്ചറും ഇത് തേർഡ് പിക്ചറും. ഈ 3 പിക്ചർ സിഗ്നലിലും ഡി സി ലെവൽ ഡിഫറൻ്റ് ആണ്, പെഡസ്റ്റൽ ഹൈറ്റ് ഡിഫറൻ്റ് ആണ്. കാരണം എക്സ്ട്രീം വൈറ്റ് വരുമ്പോൾ ഡി സി ലെവൽ കുറയും, പെഡസ്റ്റൽ ഹൈറ്റ് കൂടും. എക്സ്ട്രീം ഡാർക്ക് വരുമ്പോൾ ഡി സി ലെവൽ കൂടും, പെഡസ്റ്റൽ ഹൈറ്റ് കുറയും. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ. സോ നമുക്കിനി പറയാനുള്ളത് ബ്ലാങ്കിങ് ലെവലിന് മേലുള്ള പാർട്ട് അല്ലേ. ബ്ലാങ്കിങ് ലെവലിന് മേലുള്ള പാർട്ട് എന്ന് പറയുമ്പോൾ സിങ്കർണൈസേഷൻ. അപ്പോൾ നമുക്ക് ജനറലി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും സിഗ്നൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇത്രയും സിഗ്നൽസ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നതിൽ ഏതൊക്കെയാണ് സിഗ്നൽസ് വരുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞ വീഡിയോ സിഗ്നൽ അല്ലേ. സോ വീഡിയോ സിഗ്നൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് വീഡിയോ സിഗ്നൽ. നെക്സ്റ്റ് ആണ് സിങ്കർണൈസേഷൻ. സോ വാട്ട് ഈസ് സിങ്കർണൈസേഷൻ സിഗ്നൽ നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മൾ സ്കാനിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിനൽ വീഡിയോ സിഗ്നലിനെ സിങ്കർണൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പർപ്പസിനാണ് നമ്മൾ സിങ്കർണൈസേഷൻ യൂസ് ചെയ്യുന്നത്. സോ 2 സിങ്കർണൈസേഷൻ നമുക്ക് യൂസ് ചെയ്യാം, ഹൊറിസോണ്ടൽ സിങ്കർണൈസേഷനും വെർട്ടിക്കൽ സിങ്കർണൈസേഷനും. പിന്നെ നമുക്ക് പറയാനുള്ളത് ബ്ലാങ്കിങ് പൾസ്. സോ വാട്ട് ഈസ് ബ്ലാങ്കിങ് പൾസ്? ബ്ലാങ്കിങ് പൾസ് ഈസ് ജനറലി യൂസ്ഡ് ടു മേക്ക് ദി റീട്രേസ് ഇൻവിസിബിൾ. റീട്രേസിനെ ഇൻവിസിബിൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലാങ്കിങ് പൾസ്. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന കുറേ മിസ്സായി പോകുന്ന കുറേ പാർട്ടുകൾ ഉണ്ടാവും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈക്വലൈസേഷൻ പൾസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പറയാതെ ഡി സി ലെവൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ പിക്ചർ 0 തൊട്ട് നമ്മൾ പിക്ചർ ഇൻഫർമേഷൻ വരെയുള്ള ഏരിയ ആയിരുന്നു ഡി സി ലെവൽ. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് കളർ ടെലിവിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അഡീഷണലി 2 സിഗ്നലും കൂടി യൂസ് ചെയ്യും. ഒന്നാണ് ക്രോമിനൻറ്റ് സിഗ്നൽ, ഒന്നാണ് കളർ ബേസ്റ്റ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സിങ്കർണൈസേഷൻ പാർട്ടിലേക്ക് പോവാം. നിങ്ങൾ നോക്കുക, സിങ്കർണൈസേഷൻ പറയുന്നത് സിങ്കർണൈസേഷൻ പൾസ് ഈസ് യൂസ്ഡ് ഫോർ സിങ്കർണൈസേഷൻ ഓഫ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ദ ഹൊറിസോണ്ടൽ സിങ്കർണൈസേഷൻ പൾസ് ആർ ആഡഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ആക്റ്റീവ് ലൈൻ പീരിയഡ്. So the frequency of horizontal sync pulse is 15625 Hz. The vertical sync pulses are added after each field of scanning. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിങ്കർണൈസേഷൻ്റെ ലെവൽ കാണാം. ഏതാണ് സിങ്കർണൈസേഷൻ്റെ ലെവല്? എക്സാക്ട്ലി നമ്മുടെ സിങ്കർണൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് ഈ 75 മേലുള്ള ലെവലാണ് സിങ്കർണൈസേഷൻ ലെവല്. സോ ഇവിടെ ഈ ഫിഗറിൽ നമുക്ക് ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇതാണ് ഫസ്റ്റ് ഹൊറിസോണ്ടൽ സിങ്ക് പൾസ്, ഇതാണ് സെക്കൻഡ് ഹൊറിസോണ്ടൽ, തേർഡ്, ഫോർത്ത്. ഈ ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എബോ 75 എന്നുള്ള ലെവലിലാണ് അല്ലേ. സോ നിങ്ങൾ നോക്ക്, ഒരു ഫുൾ ലൈൻ ഡ്യൂറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 64 മൈക്രോ സെക്കൻഡ് ആണ്. 64 മൈക്രോ സെക്കൻഡിൽ 52 മൈക്രോ സെക്കൻഡ് ആക്റ്റീവും 12 മൈക്രോ സെക്കൻഡ് ഇനാക്റ്റീവും ആണെങ്കിൽ നിങ്ങൾ നോക്ക്, അപ്പോൾ ഒരു ഫുൾ ലൈൻ ഡ്യൂറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സോ ഈ ഒരു പാർട്ടിൽ നിന്നാണ് ഫസ്റ്റ് ലൈൻ ഡ്യൂറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നതോ അടുത്ത ഇനാക്റ്റീവ് ലൈൻ വരുമ്പോഴാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൊത്തം 64 മൈക്രോ സെക്കൻഡിൽ 52 മൈക്രോ സെക്കൻഡ് പിക്ചർ ഇൻഫർമേഷനും 12 മൈക്രോ സെക്കൻഡ് എന്താണ് നമ്മുടെ റീട്രേസ് സിഗ്നലുമാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് നമ്മളിപ്പോൾ പറഞ്ഞ സിങ്കർണൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ സിങ്ക് പൾസിൽ ജനറലി നമുക്ക് 3 പാർട്ടുകളുണ്ട്. അപ്പോൾ 12 മൈക്രോ സെക്കൻഡാണ് ഇതിനു വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ 12 മൈക്രോ സെക്കൻഡ് നമ്മൾ കുറച്ചും കൂടി ഡെപ്തിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 സെഷൻസ് ഉണ്ടാവും. ഒന്നാണ് ഫ്രണ്ട് പോർച്ച്, ഒന്നാണ് ഹൊറിസോണ്ടൽ സിങ്കർണൈസേഷൻ പൾസ്, ഒന്നാണ് ബാക്ക് പോർച്ച്. ഓക്കെ, അപ്പോൾ ഈ 3ഉം നമുക്ക് നോക്കാം. 12 മൈക്രോ സെക്കൻഡ് നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം ഈ 12 മൈക്രോ സെക്കൻഡ് ഏത് റിലേറ്റഡ് ആണ്? നമ്മളെ സോ ടൂത്ത് വേവ് ഫോമിലെ ഇതാണ് 12 മൈക്രോ സെക്കൻഡ് അല്ലേ. ഈ 12 മൈക്രോ സെക്കൻഡിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റാണ് നിങ്ങൾ നോക്കുക, ട്രേസ് പീരീഡ് വന്ന് റീട്രേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട് പോർച്ച് വരിക. സോ ദ ഫ്രണ്ട് പോർച്ച് ഈസ് ദി ഫ്ലൈ ബാക്ക് ഓർ റീട്രേസ് ഇനീഷ്യേറ്റഡ് വിത്ത് ബ്ലാക്ക് ലെവൽ. അപ്പോൾ നമ്മൾ റീട്രേസ് സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യാനാണ് നമ്മൾ ജനറലി എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രണ്ട് പോർച്ച് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർച്ച് എത്രയാണ്? 1.5 മൈക്രോ സെക്കൻഡ് ആണ്. പിന്നെ നിങ്ങൾ നോക്ക്, ഹൊറിസോണ്ടൽ സിങ്ക് പൾസ്. ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് ഈസ് യൂസ്ഡ് ഫോർ ദി സിങ്കർണൈസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. നമ്മൾ ടി വി ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെയും സിങ്കർണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് പറയുന്നത്. ശരിക്കും ഈ 12 മൈക്രോ സെക്കൻഡ് 4.7 മൈക്രോ സെക്കൻഡ് മാത്രമേ ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് ഉള്ളൂ. അത് ട്രാൻസ്മിറ്റർ റിസീവർ സിങ്കർണൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാർട്ട് നിങ്ങൾ നോക്കുക, ഹൊറിസോണ്ടൽ സിങ്ക് പൾസിൽ മൂന്നാമത് വരുന്നതാണ് ബാക്ക് പോർച്ച്. സോ ഫ്രണ്ട് പോർച്ച് റീട്രേസിന് ഇനീഷ്യേറ്റ് ചെയ്യാനും ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് സിങ്കർണൈസ് ചെയ്യാനും, ബാക്ക് പോർച്ച് എന്ന് പറയുന്നത് ദ ഫ്ലൈ ബാക്ക് ഈസ് കംപ്ലീറ്റഡ് വിത്ത് ബ്ലാക്ക് ലെവൽ, അതായത് റീട്രേസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ഫ്രണ്ട് പോർച്ച് എങ്കിൽ
ബാക്കി ബാക്കി പാർട്ടിൽ നമുക്ക് നമ്മുടെ റീട്രേസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ കംപ്ലീറ്റിംഗ് പർപ്പസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബാക്ക് പോർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർച്ച് 5.8 മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക 1.5, 4.7, 5.8 ഇങ്ങനെ 3 ഡ്യൂറേഷനായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 3ൻ്റെ ഡെഫിനേഷൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് പിക്ചർ സ്ക്രീന്. ഈ പിക്ചർ സ്ക്രീനിൽ ഇവിടെ ബാക്ക് പോർച്ചും ഫ്രണ്ട് പോർച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനീഷ്യലി നമുക്ക് 1.5 മൈക്രോ സെക്കൻഡ് ഫ്രണ്ട് പോർച്ച് വരും റീട്രേസിന് ഇനീഷ്യലൈസ് ചെയ്യാൻ. പിന്നെ എനിക്കൊരു ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് വരും സിങ്കർണൈസ് ചെയ്യാൻ. പിന്നെ എനിക്കൊരു ബാക്ക് പോർച്ച് വരും ഈ റീട്രേസ് പീരിയഡിനെ എൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ബാക്ക് പോർച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 3ഉം ചോദിക്കാം. ഇതിൻ്റെ ഡ്യൂറേഷനാണ് മെയിനായിട്ട് ചോദിക്കുക. ഇതാണ് നമുക്ക് ഹൊറിസോണ്ടൽ സിങ്ക് പൾസിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് വെർട്ടിക്കൽ സിങ്ക് പൾസ് ആണ്. സോ വെർട്ടിക്കൽ സിങ്ക് പൾസ് നമ്മളിപ്പോൾ പറയുന്നത് ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് പോലെ തന്നെ വെർട്ടിക്കൽ സിങ്ക് പൾസ് ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ സിങ്ക് പൾസിൻ്റെ പ്രത്യേകത 2.5 ലൈൻ ഡ്യൂറേഷനുള്ള വെർട്ടിക്കൽ സിങ്ക് പൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 2.5 ലൈൻ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം 64 മൈക്രോ സെക്കൻഡ് അല്ലേ. സോ 64 × 2.5. സോ നമ്മളിപ്പോൾ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ സിങ്ക് പൾസ് എത്രയാണ്, 160 മൈക്രോ സെക്കൻഡ് ആണ്. സോ നമുക്കിനി പറയാനുള്ളത് അടുത്ത ലൈനിൽ പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് വെർട്ടിക്കൽ സിങ്ക് പൾസ് ഈസ് ആഡഡ് അറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സ്കാനിങ് പീരീഡിൽ 312.5 മുതൽ 315 വരെയുള്ള പീരീഡിലാണ് നമ്മൾ ഫസ്റ്റ് 2.5 ലൈൻസ് ആഡ് ചെയ്യുന്നത്. അടുത്ത 2.5 ലൈൻസ് ആഡ് ചെയ്യുന്നത് 1 മുതൽ 2.5 വരെയുള്ള ഫസ്റ്റ് പാർട്ടിലും നമ്മൾ 2.5. അപ്പോൾ ഓഡിലും ഈവനിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെർട്ടിക്കൽ സിങ്ക് പൾസ് ആഡ് ചെയ്യും. ഇനി നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് വെർട്ടിക്കൽ ബ്ലാങ്കിങ് പീരിയഡ്. സോ ഇൻ 20 ലൈൻ ഡ്യൂറേഷൻ the vertical blanking period will be 20 × 64, that is 1.28 millisecond. സോ നമ്മൾ 20 ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം 20 ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 312.5 20 ഇനാക്റ്റീവ് ലൈൻസ് ഉണ്ട് അല്ലേ. 20 ഇനാക്റ്റീവ് ലൈനെ നമ്മൾ പറയുന്നത് 20 × 64. അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 1.28 മില്ലി സെക്കൻഡ് ആണ് വെർട്ടിക്കൽ ബ്ലാങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈക്വലൈസേഷൻ പൾസൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ ബ്ലാങ്ക് പീരിയഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഈക്വലൈസേഷൻ പൾസസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പൾസസ് ആണ്. ഈ കോമ്പൻസേഷൻ പോസിബിൾ ആവുന്നത് എന്ത് വെച്ചിട്ടാണ്, വെർട്ടിക്കൽ ബ്ലാങ്കിങ് പീരിയഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫിഗറിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ സിങ്ക് പൾസ് എബോവ് 75 ലൈനിൽ, പിന്നെ പിക്ചർ ഇൻഫർമേഷൻ 12.5 to 75, വെർട്ടിക്കൽ സിങ്ക് പൾസ് എബോവ് 75, ബ്ലാങ്കിങ് ലെവൽ, പിക്ചർ ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡെഫിനേഷൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. സോ നിങ്ങൾ നോക്ക്. അപ്പോൾ എന്താണ് വീഡിയോ സിഗ്നൽ? വീഡിയോ സിഗ്നൽ നമ്മൾ പറഞ്ഞു സിങ്ക് പൾസ് പറഞ്ഞു, 2 സിങ്ക് പൾസ്, ബ്ലാങ്കിങ് പൾസ് പറഞ്ഞു, DC ലെവൽ പറഞ്ഞു, ഈക്വലൈസേഷൻ പൾസ് പറഞ്ഞു. ഈക്വലൈസേഷൻ പൾസായിട്ട് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് സിങ്ക് പൾസ് നമ്മളിപ്പോൾ പറഞ്ഞു. പീക്ക് വൈറ്റ് ലെവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. പീക്ക് വൈറ്റ് ലെവൽ എന്താണ്? ഇൻ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ ദ പീക്ക് വൈറ്റ് ലെവൽ ഈസ് ഫിക്സഡ് അറ്റ് 10 to 12.5% ഓഫ് ദി മാക്സിമം വാല്യൂ. അതായത് 12.5 വരെയുള്ള മാക്സിമം വാല്യൂവിനാണ് നമ്മൾ പീക്ക് വൈറ്റ് ലെവൽ എന്ന് പറയുന്നത്. ബ്ലാങ്കിങ് ലെവൽ പറഞ്ഞു. സിങ്കർണൈസേഷൻ പൾസ് ആർ ആഡഡ് അറ്റ് 75% ഈസ് കോൾഡ് ബ്ലാങ്കിങ് ലെവൽ. 75% എന്നുള്ള ലെവലിനെയാണ് നമ്മൾ ബ്ലാങ്കിങ് ലെവൽ എന്ന് പറയുന്നത്. ഇതിലൊരു പാർട്ട് പറയുന്നത് ബ്ലാക്ക് ലെവൽ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ബ്ലാക്ക് ലെവൽ കറസ്പോണ്ടിങ് ടു 75% ഓഫ് ദി മാക്സിമം വാല്യൂ. നമ്മുടെ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ 72% എന്തിരിക്കുന്നത്, ബ്ലാക്ക് ലെവൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് പറയാം പെഡസ്റ്റൽ. പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ലെവൽ ആൻഡ് ബ്ലാങ്കിങ് ലെവൽ ഈസ് കോൾഡ് പെഡസ്റ്റൽ. അപ്പോൾ എന്തായിരിക്കും ബ്ലാക്ക് ലെവൽ, എന്താണ് ബ്ലാങ്കിങ് ലെവൽ? 75 ബ്ലാങ്കിങ് ലെവൽ, ബ്ലാക്ക് ലെവൽ എത്രയാണ്? 72. അപ്പോൾ പെഡസ്റ്റൽ എന്ന് പറഞ്ഞ ഹൈറ്റ് എത്രയായിരിക്കും? 3 ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് DC കോമ്പോണൻറ്റ്. എന്തായിരുന്നു DC കോമ്പോണൻറ്റ്? ദ വീഡിയോ സിഗ്നൽ ഹാസ് ആൻ ആവറേജ് വാല്യൂ. അതായത് 0 തൊട്ട് നമ്മുടെ പിക്ചർ ഇൻഫർമേഷൻ വരെയുള്ള ഏരിയയാണ് നമ്മൾ DC കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അടുത്തായിരുന്നു പെഡസ്റ്റൽ ഹൈറ്റ്. എന്തായിരുന്നു പെഡസ്റ്റൽ ഹൈറ്റ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെഡസ്റ്റൽ ലെവൽ ആൻഡ് ആവറേജ് DC ലെവൽ ഈസ് കോൾഡ് പെഡസ്റ്റൽ ഹൈറ്റ്. നമ്മുടെ പിക്ചർ ഇൻഫർമേഷൻ തൊട്ട് ബ്ലാങ്കിങ് ലെവലുള്ള ഡിസ്റ്റൻസിനായിരുന്നു നമ്മൾ പെഡസ്റ്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞ്. ബ്ലാങ്കിങ് പൾസ് നമ്മൾ പറഞ്ഞു അല്ലേ.
The complete the composite video signal contain blanking pulses to make the retrace invisible. Retrace invisible ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പൾസ് ആയിരുന്നു ബ്ലാങ്കിങ് പൾസ്. ഈക്വലൈസിങ് പൾസ് നമ്മൾ പറഞ്ഞു. ഈക്വലൈസിങ് പൾസ് എന്ന് പറഞ്ഞാൽ ദി ഈക്വലൈസിങ് പൾസ് ഓഫ് ടി വി സെൻഡിങ് ഡ്യൂറിങ് വെർട്ടിക്കൽ ബ്ലാങ്കിങ് പീരീഡ്. വെർട്ടിക്കൽ ബ്ലാങ്കിങ് പീരീഡിൻ്റെ ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരുന്നു ഈക്വലൈസിങ് പൾസ്. ക്രോമിനൻസ് ആൻഡ് കളർ ബേസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഈ സിഗ്നൽ ജനറലി കളർ ടെലിവിഷൻ്റെ കേസിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ.